നമ്മൾ എത്ര അലസമായിട്ടാണ് അവയവക്കടത്ത് പോലുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കൂ. പൊതുവിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് വാർത്ത കൊടുക്കുന്നു എന്നല്ലാതെ അതിൻ്റെ ഗൗരവത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രതികരണം, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം, രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ സാമൂഹിക നേതാക്കളുടെ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം, ഡോക്ടർമാരെയൊക്കെ ബാധിക്കുന്ന ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോരാട്ട വീര്യത്തോടെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA സമീപനം ഇതിലേറ്റവും പ്രധാനവുമാണ്. കേരളത്തിലെ വൻകിട ആശുപത്രിയിൽ കേന്ദ്രീകരിച്ച് ഒരു മഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം പോലെ ഈ അവയവക്കടത്ത് നടത്തുന്നു എന്നുള്ളത് വളരെ മുൻപേ നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഗണപതി, അദ്ദേഹം കൊല്ലത്തുള്ളൊരു ഡോക്ടറാണ്, അദ്ദേഹം ലേക്ക് ഷോറിൽ നടന്ന ഒരു സംഭവം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. ആ വിഷയം പോലും കാര്യമായി കേരളം ഗൗരവത്തിലെടുത്തില്ല. ഇപ്പോഴും നാം പൊതുവിലെടുക്കുന്ന ഒരു സമീപനം നോക്കുക. പൈങ്കിളി മാധ്യമ പ്രവർത്തനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവയവദാനം മഹാദാനം എന്ന മുദ്രാവാക്യം വളരെ വിഖ്യാതമാക്കിയതും അതേപോലെ തന്നെ മഹത്വവൽക്കരിച്ചതും ഈ അവയവക്കടത്തിന് പിന്നിലുള്ള ഗൂഢസംഘത്തിൻ്റെ താല്പര്യമാണ്. ഇനിയും നമ്മൾ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ കേരളത്തിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ മസ്തിഷ്ക മരണങ്ങളുടെ എണ്ണവും വർദ്ധിക്കും എന്നുള്ളതിൽ സംശയമില്ല.